നമുക്ക് ഇന്നൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിന് പങ്കുപറ്റാൻ നമ്മളെ അപ്പൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി. ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തിനെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം. എവിടെ നോക്കിയാലും അപകടങ്ങളും മരണങ്ങളും ഒക്കെയാണ്. ഈ അപകടത്തിലും അനർത്ഥത്തിലും മരണത്തിലും ഒക്കെ നമ്മളെ വിട്ടുകൊടുക്കാൻ നമ്മുടെ പൊന്നു തമ്പുരാൻ ഇന്ന് നമ്മളെ നോക്കി വേറൊന്നും ചെയ്തില്ല. തന്റെ ദൂതനെ നമുക്ക് ചുറ്റും കാവലാക്കി നിർത്തി. പോകുന്ന വഴികളിലൊക്കെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു. അത്യുന്നതനായ ദൈവത്തെ, ഇത്രമാത്രം നമ്മളെ പരിപാലിച്ച ആ ദൈവത്തെ ഈ സമയത്ത് നമുക്ക് ആരാധന കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴാണ് അവനെ ആരാധിക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, വീടുകളിൽ ഇരുന്നിട്ട് വെറുതെ മനസ്സുകൊണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കാൻ, യേശുവിനെ ഒന്ന് വിളിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. യേശുവിനെ ഒന്ന് വിളിക്കാൻ പറ്റുന്നതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല. ആ ഒരു നാമത്തെ നമുക്ക് തന്നതിന് അപ്പുറം മറ്റ് യാതൊരു ഭാഗ്യവും ഇല്ല. അതുകൊണ്ട് പ്രിയ കുടുംബമേ, യേശുവിനെ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് നിന്റെതെങ്കിൽ, നിനക്ക് സംസാര പാടവമുണ്ട്, നാവിന് കെട്ടുകളില്ല, നിന്റെ വീട്ടിൽ നിന്റെ ദൈവത്തിന്റെ നാമം മുഴങ്ങുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരുന്നില്ല, അതുകൊണ്ട് ലാഭം നിനക്ക് തന്നെയാണ്. അത് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ ആ വായുകളെ തുറന്ന് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളെ ഏറ്റുചൊല്ല. കർത്താവായ യേശുവേ, ഈ നിമിഷം മുതൽ എന്നെ പൂർണ്ണമായി അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ആബേല് സമർപ്പിച്ച പോലെ, അബ്രഹാം സമർപ്പിച്ചതുപോലെ, മറിയം സമർപ്പിച്ചതുപോലെ എന്റേതായ എല്ലാ സ്വഭാവങ്ങളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. അത്യുന്നതനായ ദൈവമേ, ആ സമർപ്പണത്തെ അവിടെ ഏറ്റെടുത്തതുപോലെ എന്നെയും അവിടെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവരുടെ സമർപ്പണം അങ്ങേറ്റ് അവരുടെ ആരാധനയ്ക്ക് അവിടെ ഉത്തരം നൽകിയതുപോലെ എന്റെ സമർപ്പണത്തെ ഏറ്റെടുത്തിട്ട് ഞാൻ അങ്ങേക്കായി അർപ്പിക്കുന്ന ആരാധനയ്ക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഉത്തരം തരണമേ, എനിക്ക് ഉത്തരം തരണമേ. യേശുവേ എന്ന് വിളിച്ചതിന്റെ ആ വിടുതൽ ഇന്നത്തെ ദിവസം എന്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണം. എന്റെ കുടുംബത്തിൽ യേശുനാമത്തിന്റെ ശക്തിയെ അനുഭവിക്കാൻ ഇടയാക്കണം. വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ അങ്ങേ സന്നിധിയിൽ ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. കരങ്ങളെ ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തിയത് സ്തുതിക്കാമോ? എല്ലാവരും 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 സ്തുതിച്ചേ ദൈവത്തെ, ദൈവത്തെ സ്തുതിച്ചേ, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. എല്ലാവരും പാടാമോ? ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോശാന, ഹല്ലേലൂയ. എല്ലാവരും പാടാമോ? ഹോശാന, ഹല്ലേലൂയ.
ഓശാന പാടിക്കേ വീടുകളിൽ ഇരുന്ന്. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. ഓശാന പാടിക്കേ. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. ശക്തിയോടെ ഓശാന. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമാവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതൽ, എന്റെ സൗഖ്യം, നിന്റെ മോചനദ്രവ്യം, നിന്റെ വിടുതൽ അവൻ. എന്റെ വിടുതൽ, എന്റെ സൗഖ്യം, എന്റെ മോചനദ്രവ്യം, എന്റെ വിടുതൽ അവൻ. എന്റെ വിടുതൽ, എന്റെ സൗഖ്യം അവൻ, എന്റെ മോചനദ്രവ്യം അവൻ. ആരാധന. കരങ്ങളെ ഉയർത്തി. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഓശാന. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. കരങ്ങളെ വീശി. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. പാടാമോ? ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ 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 അങ്ങേക്ക് ആരാധന. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ.